15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് തുറമുഖത്തേക്കൊന്ന് പോകാം. കണ്ണുകളടച്ച് ആ രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ, അതൊരു ഗംഭീര കാഴ്ച തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും. ഒരു വശത്ത് നോക്കിയാൽ അറബി വ്യാപാരികൾ കുരുമുളകിന് വിലപേശുന്ന വലിയ ശബ്ദങ്ങൾ, മറുവശത്ത് ചൈനയിൽ നിന്നുള്ള ഭീമാകാരന്മാരായ കപ്പലുകൾ നങ്കൂരമിടുന്നു. ആ കാറ്റില് തന്നെ ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും പട്ടുതുണികളുടെയും ഒക്കെ ഒരു മണം ഉണ്ടാവും. അതെ അതെ, ഇതൊരു പക്ഷേ നമ്മൾ ഇന്നത്തെ ലണ്ടനോ ന്യൂയോർക്കോ ഒന്നുമല്ല പറയുന്നത്. അക്കാലത്ത് ലോകത്തിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്ന നമ്മുടെ സ്വന്തം കോഴിക്കോടിനെക്കുറിച്ചാണ്. ശരിയാണ്. അപ്പൊ നമ്മുടെ ഈ വിശദമായ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വെറുമൊരു രാജവംശത്തിന്റെ കഥയല്ല. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ വ്യാപാര ശൃംഖലയുണ്ടായിരുന്ന സാമൂതിരിമാരെക്കുറിച്ചും അവരെ വീഴ്ത്താൻ വന്ന മൈസൂർ അധിനിവേശത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിക്കും. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരടികൂടുമ്പോ മൂന്നാമനായ ബ്രിട്ടീഷുകാർ എങ്ങനെ മലബാർ പിടിച്ചെടുത്തു എന്നതും നമ്മൾ നോക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ സാമ്രാജ്യത്തിന്റെ കഥ തുടങ്ങുന്നതിന് മുമ്പ് കോഴിക്കോടിന്റെ ഭൂമിശാസ്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? തീർച്ചയായും. അതായത് ഒരു വശത്ത് വലിയൊരു കോട്ട പോലെ പശ്ചിമഘട്ടം നിൽക്കുന്നു, മറുവശത്ത് നോക്കിയാൽ വിശാലമായ അറബിക്കടൽ. ഈ ഒരൊറ്റ കാര്യമാണ് മലബാറിന്റെ ചരിത്രം ശരിക്കും തിരുത്തി എഴുതിയത് എന്ന് പറയാം. പശ്ചിമഘട്ടം ഒരു പരിധിവരെ മറ്റ് ഇന്ത്യൻ സാമ്രാജ്യങ്ങളുടെ കടന്നുകയറ്റങ്ങളിൽ നിന്ന് കോഴിക്കോടിനെ രക്ഷിച്ചില്ലേ? അതെ, രക്ഷിച്ചു. എന്നാൽ അതേസമയം കടൽ അവരെ ലോകത്തിന്റെ വിശാലമായ വാണിജ്യ ശൃംഖലകളിലേക്ക് തുറന്നുവിടുകയും ചെയ്തു. ഈ ഒരു അനുകൂല സാഹചര്യമാണ് സാമൂതിരിമാരെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയത്. ആ ഉദയം വളരെ കൗതുകകരമാണ്. കാരണം ഇവരുടെ തുടക്കം നോക്കുമ്പോൾ സാമൂതിരിമാർ വലിയൊരു സാമ്രാജ്യത്തിന്റെ അവകാശികളൊന്നുമായിരുന്നില്ലല്ലോ. അല്ലല്ല, ഏലനാട്ടിയ ഒരു പ്രാദേശിക ഫ്യൂഡൽ കുടുംബം മാത്രമായിരുന്നു അവർ. കൃത്യമായി പറഞ്ഞാൽ സാമന്തൻ സമുദായത്തിലെ ഏറാടി ഉപജാതിയിൽ നിന്നുള്ളവരായിരുന്നു ഇവർ. ഇവരുടെ പൂർവിക സ്ഥാനമെന്ന് പറയുന്നത് ഇന്നത്തെ ഏറനാട് മേഖലയിലുള്ള നെടിയിരുപ്പ് സ്വരൂപം ആയിരുന്നു. അവിടുന്നൊരു സാധാരണ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് അവർ തലസ്ഥാനം കോഴിക്കോട്ടേക്ക് മാറ്റിയതാണ് അവരുടെ ഏറ്റവും വലിയൊരു മാസ്റ്റർ സ്ട്രോക്ക്. അതെ. പിന്നീട് നിലമ്പൂർ കോവിലകത്തെയും മറ്റ് ചെറിയ സാമന്ത പ്രഭുക്കന്മാരെയും അവർ തങ്ങളുടെ വരുതിയിലാക്കി. പക്ഷെ ഇത്ര ചെറിയൊരു തുടക്കത്തിൽ നിന്ന് ഈ കുടുംബം എങ്ങനെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വൻ ശക്തിയായി മാറിയത്? അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം സമുദ്ര വ്യാപാരം എന്ന് തന്നെയാണ്. വ്യാപാരമായിരുന്നു അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂൺ. അവർ ലോകവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ വിദേശികൾ അവരെ വിളിച്ചിരുന്ന പേരുകൾ മാത്രം നോക്കിയാൽ മതി. ഓഹോ, പല പേരുകളുണ്ടായിരുന്നോ? പിന്നെ ഇംഗ്ലീഷുകാർ അവരെ സാമോറിൻ എന്ന് വിളിച്ചു, അറബികൾ സാമുരിൻ എന്ന് വിളിച്ചു, പോർച്ചുഗീസുകാർക്ക് അവർ സാമോറിനായിരുന്നു, അത് ശരി, ഡച്ചുകാർക്ക് സാമോറിജൻ, എന്നിട്ട് ചൈനീസുകാർ അവരെ ഷാമി തിഹ്സി എന്നുവരെ വിളിച്ചു. പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ഈ പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെ അതെ, ഷാമി തിഹ്സി എന്നത് ചൈനീസ് പേര്. ഒരു പ്രാദേശിക ഭരണാധികാരിയെ പല ഭാഷകളിൽ ഇത്രയധികം പേരുകളിൽ വിളിക്കുന്നത് ചരിത്രത്തിൽ വളരെ അപൂർവമല്ലേ? അതെ. പിന്നെ 1342 പ്രസിദ്ധ സഞ്ചാരിയായ ഇബൻ ബത്തൂത്തയാണ് കോഴിക്കോട് ഭരണാധികാരിയെ സാമുദ്രി എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയത്. ഇത്രയൊക്കെ ആഗോള സ്വാധീനമുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു സംശയമുണ്ട്. സാമുദ്രിമാർക്ക് സ്വന്തമായി വളരെ വലിയ ഒരു നാവികസേനയോ പടക്കപ്പലുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കടലിലെ ഈ വ്യാപാരം അവർ നിയന്ത്രിച്ചിരുന്നത്? അവിടെയാണ് അവരുടെ ഭരണതന്ത്രം നമ്മൾ കാണേണ്ടത്. സ്വന്തമായൊരു നാവികസേന ഉണ്ടാക്കുന്നതിന് പകരം അവർ മറ്റൊരു വഴിയാണ് സ്വീകരിച്ചത്. അറേബ്യൻ കടലിൽ വലിയ സ്വാധീനമുള്ള മുസ്ലിം വ്യാപാരികളുമായി, അതായത് മാപ്പിളമാരുമായി അവർ ശക്തമായൊരു സഖ്യമുണ്ടാക്കി. അപ്പോ അവരെ കൂട്ടുപിടിച്ചു. അതെ. ഇതിലൂടെ സാമുദ്രിമാർ തങ്ങളുടെ തലാസോക്രാറ്റിക് ഇൻഫ്ലുവൻസ് വിജയകരമായി നിലനിർത്തിയെന്ന് പറയാം. ഒരു മിനിറ്റ്, അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ തലാസോക്രാറ്റിക് ഇൻഫ്ലുവൻസ്? ഈ വലിയ അക്കാഡമിക് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. മനസ്സിലായി. അതായത് സ്വന്തമായി വലിയ നാവികസേനയില്ലാതെ തന്നെ വാണിജ്യ ബന്ധങ്ങളിലൂടെ കടലിലെ നിയന്ത്രണം നിലനിർത്തുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ സൈന്യത്തെ പോറ്റുന്നതിനു പകരം കടൽ യാത്ര നന്നായി അറിയാവുന്നവരുമായി ചേർന്ന് ആധിപത്യം ഉറപ്പിക്കുന്ന രീതി. അതൊരു ഒന്നാന്തരം തന്ത്രം തന്നെയാണ്.
സാമൂതിരിയുടെ സഹിഷ്ണുതയും വാണിജ്യ താൽപ്പര്യങ്ങളും എങ്ങനെ ഒരുമിച്ചുപോയി എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമല്ലേ ഇത്? തീർച്ചയായും. എത്രത്തോളം വിശ്വാസ്യത അവർ തമ്മിലുണ്ടായിരുന്നെന്ന് നോക്കൂ. കോഴിക്കോട് തുറമുഖത്തെ വ്യാപാര ഭരണ ചുമതല മുഴുവൻ വഹിച്ചിരുന്നത് ഷാ ബന്ദർ കോയ എന്ന പദവിയുള്ള ഒരു മുസ്ലിം പോർട്ട് കമ്മീഷണറായിരുന്നു. വാവ്! രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ പൂർണ്ണ ചുമതല ഒരു വിദേശ വ്യാപാര സമൂഹത്തിന്റെ പ്രതിനിധിക്ക് നൽകണമെങ്കിൽ പരസ്പര വിശ്വാസം എത്രമാത്രം ഉണ്ടായിരുന്നിരിക്കണം? അതെ, പരസ്പരം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വിജയഗാഥയായിരുന്നു അത്. ഇനി നമ്മൾ ഈ ചൈനീസ് മിങ് രാജവംശ ബന്ധങ്ങളിലേക്ക് വന്നാൽ അത് കുറച്ചുകൂടി അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ, പരീക്ഷകൾക്കും ഈ മിങ് രാജവംശ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 15ാം നൂറ്റാണ്ടിൽ ചൈനീസ് അഡ്മിറൽ ഷെങ് ഹെയുടെ വമ്പൻ കപ്പൽപ്പട കോഴിക്കോട് സന്ദർശിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. മിങ് രേഖകളിൽ സാമൂതിരിയെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷാമിധിഷ് എന്ന് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ചൈനീസ് യുവാൻ കാലഘട്ടത്തിലെ താവോയ് ചിങ് എന്ന രേഖയിൽ കോഴിക്കോട്ടെ കുരുമുളക് വ്യാപാരത്തെക്കുറിച്ച് വലിയ രീതിയിൽ പറയുന്നുണ്ട്. താവോയ് ചി അല്ലേ? അത് ഓർത്തുവെക്കേണ്ട ഒരു പേരാണ്. അന്ന് കോഴിക്കോട് ഇന്ത്യയുടെ മിങ് ലോകത്തേക്കുള്ള കവാടമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഗേറ്റ്വേ ടു ദി മിങ് വേൾഡ്. ഇത്രയും വലിയ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ആവശ്യമായ കപ്പലുകൾ അവർ എവിടെ നിന്നാണ് ഉണ്ടാക്കിയിരുന്നത്? അവിടെയാണ് കോഴിക്കോടിന്റെ സാങ്കേതികമായ മുന്നേറ്റം കാണാൻ കഴിയുക. വലിയ ഉരുക്കപ്പലുകളുടെ നിർമ്മാണ കേന്ദ്രമായി കോഴിക്കോടടുത്തുള്ള ബേപ്പൂർ അന്ന് പ്രശസ്തമായിരുന്നു. ചൈനക്കാരും അറബികളും തങ്ങളുടെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഈ ബേപ്പൂരിൽ നിർമ്മിച്ച ഉരുവാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ബേപ്പൂർ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. സാമൂതിരിമാരുടെ അധികാര കേന്ദ്രങ്ങൾ മറ്റു ചിലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവരുടെ രണ്ടാമത്തെ വീടായി കണക്കാക്കപ്പെട്ടിരുന്നത് പൊന്നാനിയിലെ തൃക്കാവിൽ കോവിലകമായിരുന്നു. ശരി. അപ്പോൾ പുറത്തുനിന്നുള്ള ഇത്രയും വലിയ സമ്പത്ത് ഈ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഈ സമ്പത്ത് കുടുംബത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ അവർക്ക് കൃത്യമായ ചില ഭരണരീതികളും പാരമ്പര്യങ്ങളും വേണ്ടിവരുമല്ലോ. തീർച്ചയായും. അതാണ് സാമൂതിരി രാജവംശത്തിന്റെ മറ്റൊരു സവിശേഷത. സാധാരണ രാജവംശങ്ങളിൽ രാജാവിന് ശേഷം മകൻ രാജാവാകുന്ന രീതിയല്ല അവിടെ ഉണ്ടായിരുന്നത്. കുരുവാഴ്ച എന്നൊരു പ്രത്യേക പിന്തുടർച്ചാ രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത്. കുരുവാഴ്ച, അതായത് രാജകുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരുഷനാണ് അടുത്ത സാമൂതിരിയാകാൻ അവകാശം, അല്ലേ? അതെ, കൃത്യം. ഈയൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് രാജകുടുംബത്തിനുള്ളിൽ വലിയ അധികാര തർക്കങ്ങളോ രക്തച്ചൊരിച്ചിലുകളോ ഉണ്ടായില്ല. എല്ലാവർക്കും അവരുടെ ഊഴം വരും എന്നൊരു ബോധ്യമുണ്ടായിരുന്നു. അതെ, അധികാര തർക്കങ്ങൾ ഒഴിവാക്കിയെന്നത് ശരിയാണ്. പക്ഷെ അതൊരു വലിയ പ്രശ്നം കൂടി ഉണ്ടാക്കിയില്ലേ? എപ്പോഴും ഭരണത്തിൽ വരുന്നത് വളരെ പ്രായമായ ആളുകളായിരിക്കും. അത് ശരിയാണ്. അതുകൊണ്ടുതന്നെ ഒരു യുവ ഭരണാധികാരിയെപ്പോലെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനോ വലിയ സൈനിക മാറ്റങ്ങൾ കൊണ്ടുവരാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഇവരുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ അധികാരങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. സ്വത്തുക്കളുടെ കാര്യത്തിൽ വലിയ പങ്കുണ്ടായിരുന്നില്ലേ? ഉവ്വ. സാമൂതിരിയുടെ ഭാര്യാസ്ഥാനം അറിയപ്പെട്ടിരുന്നത് നൈത്യാർ എന്നാണ്. സ്വത്തുക്കളുടെ കാര്യത്തിൽ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? അത് അവരുടെ ഒരു രീതിയായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീകളുടെ സ്വത്തായിരുന്നു അമ്പാടി കോവിലകം എന്നറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെ ആ രാജവംശത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. എങ്കിലും 682 വർഷത്തോളം അവർക്ക് ആ പാരമ്പര്യം നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് അത്ഭുതം. അത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ ശരിക്കും ഒരു വിരോധാഭാസമാണ്. ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്ന അവർ ഇന്ന് കുറച്ച് ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിയായി മാത്രം ചുരുങ്ങിയിരിക്കുന്നു. അതെ. ഇപ്പോ ഗുരുവായൂർ ക്ഷേത്ര അധികാരം വഹിച്ച അവസാനത്തെ സാമൂതിരി എന്ന് പറയുന്നത് 147ാമത് സാമൂതിരിയായ ശ്രീ മാനവേദൻ രാജായിരുന്നു. അതെ. ഇന്നും വടക്കൻ കേരളത്തിലെ 5 സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളുൾപ്പെടെ 46 ഹിന്ദു ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിയായി സാമൂതിരി തുടരുന്നുണ്ട്. കൂടാതെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര മാനേജിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് സ്ഥിരാംഗത്വമുണ്ട്. ലോകം ഭരിച്ചവർ എങ്ങനെ പെട്ടെന്ന് അധികാരത്തിൽ നിന്ന് പുറത്തായി എന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. അത് പെട്ടെന്നുള്ള ഒരു വീഴ്ചയായിരുന്നില്ലല്ലോ. വലിയ അധികാരങ്ങളുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി തകരുന്നതുപോലെ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിനു ശേഷം അവരുടെ അടിത്തറ പൂർണ്ണമായും തകർന്നു. അതെ. പിന്നീട് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ തകർച്ചയെ വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്നതാണ് സത്യം. ഇവിടെയാണ് ആ കമ്പനിയുടെ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ പോലെയാണ് എനിക്ക് തോന്നുന്നത്.
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ വലിയൊരു തുക നൽകി പുറത്താക്കുന്നതുപോലെ. ബ്രിട്ടീഷുകാർ സാമൂതിരിമാർക്ക് വാർഷിക പെൻഷൻ നൽകാൻ തുടങ്ങി. വെറുമൊരു പെൻഷൻ വാങ്ങുന്ന ഭൂവുടമകളാക്കി അവരെ ചുരുക്കി. ഈ പെൻഷനെ മാലിഖാന എന്നല്ലേ വിളിച്ചിരുന്നത്? അതെ, മാലിഖാന. ഈ മാലിഖാന സ്വീകരിക്കുന്നതിലൂടെ അവർ തങ്ങളുടെ പരമാധികാരം ബ്രിട്ടീഷുകാർക്ക് അടിയറവ് പറയുകയായിരുന്നു. സാമൂതിരിമാരെ ഒരു സാമ്രാജ്യം എന്ന നിലയിൽ നിന്ന് വെറും ഒരു ജന്മിയായി തരം താഴ്ത്താൻ ഇതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വളരെ എളുപ്പം കഴിഞ്ഞു. അത് ശരിയാണ്. ഈ പെൻഷൻ വ്യവസ്ഥ 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഇന്ത്യ സർക്കാർ തുടർന്നു അല്ലേ? തുടർന്നു. പിന്നീട് 2013-ല് കേരള സർക്കാർ സാമൂതിരി കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഈയൊരു പതനത്തിലേക്ക് എത്തിയതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മലബാറിലേക്ക് നടന്ന മൈസൂർ അധിനിവേശമാണല്ലോ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലാണ് മൈസൂർ പട മലബാറിലേക്ക് കടക്കുന്നത്. അതെ, ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തില്. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, മൈസൂർ എന്തിനാണ് മലബാർ ആക്രമിച്ചത്? വെറുമൊരു സാമ്രാജ്യ വികസനം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം? ഒരിക്കലുമല്ല. അതിനു പിന്നിലെ കാരണങ്ങൾ വളരെ തന്ത്രപരമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം നേടുക എന്നതായിരുന്നു മൈസൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓഹോ, അപ്പൊ അവർക്ക് കടൽ വേണമായിരുന്നോ? അതെ, കരമാർഗം മാത്രമുള്ളൊരു സാമ്രാജ്യത്തിന് അതിരുകളുണ്ട്. കടലിലേക്കിറങ്ങണം. അതിനായി പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ തന്ത്രപരമായ നിയന്ത്രണം കൈക്കാലാക്കാനും മലബാറിലെ ലാഭകരമായ കുരുമുളക് വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം സ്വന്തമാക്കാനും അവരാഗ്രഹിച്ചു. അത് ഹൈദരാലിയുടെ കാലത്ത് തുടങ്ങിയതാണോ? അല്ലല്ല, ഹൈദരാലിയുടെ കാലഘട്ടത്തിനു മുമ്പ് തന്നെ മൈസൂർ വോഡയാർമാരും അവരുടെ ജനറൽമാരും ഇതിനായി ശ്രമിച്ചിരുന്നു. അതെ, വെറുതെ അങ്ങോട്ട് കയറി വരികയായിരുന്നില്ല. അവിടെയുണ്ടൊരു രസകരമായ കഥ. പാലക്കാട് ഭരണാധികാരി സാമൂതിരിയുടെ തുടർച്ചയായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മൈസൂർ സൈന്യത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നല്ലേ? അതെ, സ്വന്തം അയൽക്കാരനെ ഒതുക്കാൻ പുറത്തു നിന്നൊരാളെ വിളിച്ചുവരുത്തി. ഇതനുസരിച്ച് മൈസൂർ സൈന്യം സാമൂതിരിയുടെ അധീന പ്രദേശങ്ങൾ ആക്രമിച്ചെങ്കിലും അന്ന് സാമൂതിരി അവരെ വിജയകരമായി പിന്തിരിപ്പിച്ചു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് 1737-ൽ അതിർത്തി തർക്കങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു. 1745-ൽ ഇരു സൈന്യങ്ങളും തമ്മിൽ 3 യുദ്ധങ്ങൾ നടന്നു. ഫലമോ ആർക്കും വലിയ വിജയമില്ലാത്ത അനിശ്ചിതത്വം. ഈ അനിശ്ചിതത്വത്തിനിടയിലാണ് മറ്റു ചില പ്രാദേശിക ശക്തികളും ഈ പ്രദേശത്തേക്ക് കടന്നുവരുന്നത്. 1732-ൽ കേളടി അല്ലെങ്കിൽ ഇക്കേരി നായകർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം കോലത്തുനാട് രാജ്യം ആക്രമിച്ചു. ഇവർ മുമ്പ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരായിരുന്നില്ലേ? അതെ, അവർ തന്നെ. തീരദേശ കർണാടക, അതായത് കാനര മേഖല പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന ഇവർ കണ്ണൂർ ഉൾപ്പെടുന്ന വടക്കൻ മലബാറിലെ കോലത്തുനാടൻ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയായിരുന്നു. അത് ശരി. വെങ്കിടപ്പ് നായകയുടെ കീഴിലുള്ള ഈ കേളടി ഭരണാധികാരികൾക്ക് അന്ന് ബ്രിട്ടീഷുകാരുമായി വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. രണ്ടുപേർ തമ്മിൽ അടികൂടുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മൂന്നാമതൊരാൾ അവരുടെ അപ്പക്കഷണം തട്ടിയെടുക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടില്ലേ? അതെ. അതുപോലെയാണ് ഈ രാജാക്കന്മാർ. അതായത് സാമൂതിരിയും പാലക്കാട് രാജാവും കോലത്തിരിയും കേളടി നായകരുമെല്ലാം തമ്മിൽ പരസ്പരം പോരടിച്ചപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ അവസരം ഉപയോഗിച്ചത്. ശരിയാണ്. മൈസൂരിന്റെ കടന്നുകയറ്റം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാകേണ്ടതായിരുന്നു. എന്നാൽ അവരത് തങ്ങളുടെ ഏറ്റവും വലിയ അവസരമാക്കി മാറ്റി. മലബാറിലെ പരമ്പരാഗത ഫ്യൂഡൽ സംസ്ഥാനങ്ങളുടെ മേലുള്ള നിയന്ത്രണം ശക്തിപ്പെടുത്താൻ അവർ ഈ സാഹചര്യം വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചു. മാത്രമല്ല, അന്ന് വളരെ ശക്തമായിരുന്ന തിരുവിതാംകൂറിനെ വെറുമൊരു സംരക്ഷിത സഖ്യകക്ഷി, അതായത് പ്രൊട്ടക്റ്റഡ് അലൈ എന്ന പദവിയിലേക്ക് താഴ്ത്താനും ഈ മൈസൂർ ഭീഷണി അവരെ സഹായിച്ചു. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ഫാക്ടറികൾ കേളടി നായകരുമായൊരു പ്രത്യേക ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ഇതിന്റെ ഭാഗമായിട്ടല്ലേ? അതെ. കാനറയും കോലത്തുനാടും തമ്മിലുള്ള ഭാവിയിലെ സംഘർഷങ്ങളിൽ മലബാറിലെ തങ്ങളുടെ വ്യാപാര ഇളവുകൾ സംരക്ഷിക്കാനാണ് ബ്രിട്ടീഷുകാർ ഈ ഉടമ്പടി ഉണ്ടാക്കിയത്. ആ ഉടമ്പടികളുടെ ഒരു ഉള്ളുകള്ളികൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അതിബുദ്ധി നമുക്ക് മനസ്സിലാകും. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഉടമ്പടികൾ സമാധാനത്തിനു വേണ്ടിയുള്ളതാണെന്നാണ്. എന്നാൽ ഈ ഉടമ്പടികൾ പ്രാദേശിക ഭരണാധികാരികളെ പരസ്പരം അകറ്റി നിർത്താൻ വേണ്ടിയുള്ളതായിരുന്നു. അതെ, ഒരാൾ മറ്റൊരാളുമായി സഖ്യമുണ്ടാക്കുന്നത് തടയാനും അതുവഴി തങ്ങളുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനുമുള്ള നയതന്ത്രം. ഈ രാജാക്കന്മാർ മൈസൂർ ഭീഷണിയെ നേരിടാൻ
ബ്രിട്ടീഷ് സൈനിക സഹായം തേടിയപ്പോൾ പകരം അവർ നൽകേണ്ടി വന്നത് സ്വന്തം വാണിജ്യ കുത്തകയും പിന്നീട് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും തന്നെയായിരുന്നു. അങ്ങനെ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളും തീരപ്രദേശവും ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതോടെ മലബാറിന്റെ വിധി നിർണയിക്കപ്പെട്ടു. നമ്മൾ ഈ വിശകലനത്തിൽ കണ്ടത് കേവലം കുറച്ചു പേരുടെയോ വർഷങ്ങളുടെയോ ചരിത്രമല്ല. ലോകത്തിന്റെ വാണിജ്യ ഭൂപടത്തിൽ തിളങ്ങിനിന്ന ഒരു പ്രദേശം എങ്ങനെ കൊളോണിയൽ അധികാരത്തിന് കീഴ്പ്പെട്ടു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മലബാറിന്റെ ചരിത്രം. അവർക്കിടയിലൊരു ഐക്യമില്ലാതെ പോയത് എങ്ങനെ പുറത്തുനിന്നുള്ളവർക്ക് സഹായകമായി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം, അല്ലേ? അതെ, തീർച്ചയായും ശരിയാണ്. ലോകത്തിന്റെ നെറുകയിൽ നിന്ന സാമൂതിരിമാരുടെ കാലത്തെ അറബ് ചൈനീസ് ആഗോള വാണിജ്യ ബന്ധങ്ങളിൽ നിന്ന് തുടങ്ങി മൈസൂർ അധിനിവേശത്തിലൂടെയും കൊളോണിയൽ ഉടമ്പടികളിലൂടെയും മലബാറിന്റെ രാഷ്ട്രീയ ഭൂപടം എങ്ങനെ തിരുത്തിയെഴുതപ്പെട്ടു എന്നത് വളരെ വിശദമായി നമ്മളിന്ന് മനസ്സിലാക്കി. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റി. അതെ. ഇനി ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു ചെറിയ ചോദ്യം ഞാൻ ബാക്കി വയ്ക്കുന്നു. 15ാം നൂറ്റാണ്ടിൽ ചൈനീസ് അഡ്മിറൽ ഷെങ്ഹെ വലിയ സന്നാഹങ്ങളോടെ കോഴിക്കോട്ടെത്തിയപ്പോൾ അവർ തികച്ചും സമാധാനപരമായ വ്യാപാരമാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ പിന്നീട് വന്ന യൂറോപ്യന്മാർ സായുധ വ്യാപാരമാണ് നടത്തിയത്. അതെ, അത് ശരിയാണ്. അന്ന് മിങ് രാജവംശവും സാമൂതിരിയും തമ്മിൽ വെറുമൊരു വാണിജ്യബന്ധത്തിനു പകരം യൂറോപ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ പരസ്പരം ഒരു ശക്തമായ നാവിക സൈനിക സഖ്യം രൂപീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നില്ലേ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ആ പുരാതന കോഴിക്കോടൻ പോർട്ട് ഇന്നും ആഗോള വാണിജ്യത്തെ നിയന്ത്രിക്കുമായിരുന്നില്ലേ? ഇതൊന്നെല്ലാവരും ആലോചിച്ചു നോക്കൂ. വരും കാലങ്ങളിൽ ഇത്തരം കൂടുതൽ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.